നിശൂന്യേ, അങ്ങേയറ്റം ശൂന്യമാണ് ഈ പ്രപഞ്ചം. ഇവിടെ ഒരു മൺതരി പോലും വാസ്തവത്തിൽ ബ്രഹ്മഭിന്നമായി ആത്മഭിന്നമായി നിലനിൽക്കുന്നില്ല. കാസ്ഥാസ്ഥാഭാവകശ്ചകഃ, ഈ പ്രപഞ്ച പദാർത്ഥങ്ങളിൽ നമുക്ക് എന്തിനാണ് ഒരു ആസ്ഥ, ഒരു താത്പര്യം, ഒരു ഒട്ടൽ? ഇനി പ്രപഞ്ച പദാർത്ഥങ്ങളെ നമ്മൾ എന്തിനാണ് വെറുക്കുന്നത്? ഉള്ള ഒന്നിനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൽ തെറ്റില്ല. ഉള്ള ഒന്നിനെ നിങ്ങൾ വെറുക്കുന്നു, അതിലും നമുക്ക് ദോഷമൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇല്ലാത്ത ഒന്നിൽ ആഗ്രഹം ജനിക്കുന്നു, ഇല്ലാത്ത ഒന്നിനെ വെറുക്കുന്നു, ഇല്ലാത്ത ഒന്നിനെ ത്യജിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് വിഡ്ഢിത്തം. ഇവിടെ ഒന്നും ത്യജിക്കാനില്ല, ത്യജിക്കപ്പെടാൻ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഈ ത്യാഗം എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ത്യജിക്കപ്പെടേണ്ടത് പ്രപഞ്ചം ഉണ്ട് എന്നുള്ള തെറ്റിദ്ധാരണയാണ്. ആ ധാരണയാണ് ത്യജിക്കപ്പെടേണ്ടത്. അല്ലാതെ പ്രപഞ്ച പദാർത്ഥങ്ങളെ ത്യജിക്കേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ ഒന്നില്ല. ഇല്ലാത്ത ഒന്നിനെ ആരെങ്കിലും ത്യജിക്കുമോ? ഇല്ലാത്ത ഒന്നിൽ ആരെങ്കിലും ആസ്ഥ വെച്ച് പുലർത്തുമോ? ഇല്ലാത്ത ഒന്നിനെ ആരെങ്കിലും കാമിക്കുമോ, വെറുക്കുമോ? ഇല്ലാത്ത ഒന്നിനെ ഓർത്ത് സന്തോഷിക്കുകയോ സന്തപിക്കുകയോ ചെയ്യുന്നത് വിഡ്ഢിത്തമല്ലേ? ഈ പ്രപഞ്ചത്തിന്റെ മിഥ്യാത്വം തിരിച്ചറിയണം. എന്നാൽ മാത്രമേ ഈ സംസാര ബന്ധത്തിൽ നിന്ന് ജീവന് രക്ഷ നേടാൻ കഴിയൂ. അതുകൊണ്ട് അങ്ങേയറ്റം ശൂന്യമാണ് ഈ പ്രപഞ്ചം. ഇത് വ്യക്തമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇതിൽ ഒരു ആസ്ഥ വേണ്ട, ഒരു സംഘം, ഒട്ടൽ, ഒരു പ്രതിപത്തി, ഒന്ന് വേണം അല്ലെങ്കിൽ ഒന്ന് വേണ്ട, ഈ അടുപ്പിക്കാനും അകറ്റാനുമുള്ള ഒരു ശ്രമം അത് വേണ്ടെന്ന്. ചിലതിനെ തന്നോട് അടുപ്പിക്കാൻ ശ്രമിക്കുന്നു മനുഷ്യൻ, പലതിനെയും അകറ്റാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ പലതിൽ നിന്നും അകൽച്ച പാലിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് വിഡ്ഢിത്തം. നിങ്ങൾ അടുപ്പിക്കാൻ ശ്രമിക്കുന്നതും അകന്നു നിൽക്കാൻ ശ്രമിക്കുന്നതുമായ പ്രപഞ്ച വസ്തുക്കൾ ഇവിടെ ഇല്ല. ഇത് വെറും ഒരു കാഴ്ച മാത്രമാണ്. അവയുടെ മിഥ്യാത്വം, പൊള്ളത്തരം, കഴമ്പില്ലായ്മ തിരിച്ചറിയൂ. അങ്ങനെ വേണം ഈ പ്രപഞ്ചത്തെ ഉപേക്ഷിക്കാൻ. തഥാച നഭോമൗക്തികാളിഷ്വിവ ജഗതി ഭോഗാസ്ഥ ന യുക്തേത്യപി ഫലിതം ഇത്യാഹ. നഭോമൗക്തികം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ ആകാശത്തിൽ ഇങ്ങനെ പൊന്തി ഉയരുകയും താഴുകയും ചെയ്യുന്ന ചെറിയ ചെറിയ ഗോളങ്ങൾ, അത് കണ്ണിൻ്റെ ഒരു വിഭ്രമമാണ്. ചെറിയ കുമിളകൾ പോലെ ഇങ്ങനെ മുകളിലേക്ക് ഉയരുകയും താഴുകയും. അത് ഉയരുന്നത് പതുക്കെ ആയിരിക്കും, പക്ഷെ താഴേക്ക് വരുന്നത് അതിവേഗത്തിലായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. നമ്മൾ ആകാശത്തിലേക്ക് നമ്മുടെ ദൃഷ്ടി പതിപ്പിക്കുക. അതായത് മുകളിലേക്ക് നോക്കുമ്പോൾ മേഘത്തിലോ സൂര്യനിലോ മുകളിലുള്ള വസ്തുക്കളിലാവരുത് നമ്മുടെ ശ്രദ്ധ. നമുക്കും ആകാശത്തിനും ഇടയ്ക്കുള്ള ആ ഒരു അന്തരീക്ഷം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ ഭാഗത്ത് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കുമിളകൾ പോലെയുള്ള വസ്തുക്കൾ ഉയരുകയും താഴുകയും ചെയ്യുന്നത് പോലെ കാണാം. അത് ഒരു ദൃഷ്ടിഭ്രമമാണ്, അത് വാസ്തവമല്ല. അതിനെയാണ് മൗക്തികാളി, നഭോമൗക്തികാളിഷ്വിവ, ആകാശത്തിലെ മുത്തുകൾ, അതൊരു വിഭ്രമം മാത്രമാണ്. അതുപോലെ അവയിൽ നമ്മൾ എങ്ങനെയാണോ ആസ്ഥ പുലർത്താതിരിക്കുന്നത്, അതുപോലെ ഈ ജഗത്തിൽ ഭോഗാസ്ഥ ഒരിക്കലും യുക്തമല്ല. ഭോഗങ്ങൾ അനുഭവിക്കണം എന്നുള്ള വിചാരം ഉള്ളിൽ നിന്ന് കളയൂ. കാരണം ഇതൊന്നും വാസ്തവമല്ല. അല്പനേരത്തേക്ക് നമ്മെ രസിപ്പിച്ചിട്ട് അപ്രത്യക്ഷമാകുന്നവയാണ് ഈ പ്രപഞ്ച ദൃശ്യങ്ങൾ. അതുകൊണ്ട് അവയിൽ മോഹിക്കാതിരിക്കുക. ആസ്ഥായാ ഭാവക ഉത്പാദകശ്ചകഃ പദാർത്ഥോസ്തി. ആസ്ഥയുണ്ടാക്കുന്നത് പ്രപഞ്ച പദാർത്ഥങ്ങളാണ്. ഒരു വസ്തുവിനെ കാണുമ്പോഴാണ് നമുക്ക് മോഹം തോന്നുന്നത്.
അത് വേണം അല്ലെങ്കിൽ അതിനെ അനുഭവിക്കണം എന്നൊക്കെ തോന്നുന്നത്. ആ വസ്തു തന്നെ വാസ്തവത്തിൽ ഇല്ലെങ്കിൽ വസ്തുസത്ത ഇല്ലാത്ത കാഴ്ചയാണ് മായ എന്ന് പറയുന്നത്. യുക്തിഹീന പ്രകാശസ്യ സംജ്ഞാ മായ. നിങ്ങൾ ഒന്നിനെ കാണുന്നു, പക്ഷെ അതിന് യുക്തിയില്ല. അത് എങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു, ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. പക്ഷേ വ്യക്തമായി നമ്മുടെ അനുഭവ മണ്ഡലത്തിൽ അത് ഉണ്ട് താനും. അങ്ങനെയുള്ള കാഴ്ചകളെ സത്യമെന്ന് കരുതുന്നവർ ദുഃഖിക്കേണ്ടി വരും. അവർക്ക് ദുഃഖം മാത്രമായിരിക്കും ജീവിതത്തിൽ അനുഭവിക്കാൻ ലഭിക്കുക. അതുകൊണ്ട് പ്രപഞ്ച പദാർത്ഥങ്ങൾക്ക് സത്യത്വം നൽകുന്ന ഏർപ്പാട് ഉപേക്ഷിക്കൂ. നമുക്ക് നമ്മുടെ ഉള്ളിൽ ആസ്ഥയെ ജനിപ്പിക്കുന്ന ഒരു പദാർത്ഥവും ഇവിടെ യഥാർത്ഥത്തിലില്ല. ഭ്രമദൃശ്യങ്ങളെ സത്യമെന്ന് കരുതിയാണ് മനുഷ്യർ മോഹിതരാകുന്നത്. ചിദ്ബാലകൽപ്പനാജാലേ ശൂന്യാത്മനി നിരർത്ഥകേ അവസ്തുഭൂതേ പൃഥ്വ്യാദൗ ഭ്രാന്തി മാത്രാംബരോദയേ. ചിദ്ബാലകന്റെ കൽപ്പനയാണ് ഈ പ്രപഞ്ചം. ബാലകൻ കുഞ്ഞ്, ചെറിയ കുട്ടി. ഈ ചിത്തെന്ന് പറയുന്നത് അത് മഹത്താണെങ്കിലും അതിവിശാലമാണെങ്കിലും പ്രപഞ്ചത്തിൻ്റെ അതിരുകൾക്കപ്പുറം വ്യാപിച്ചു നിൽക്കുന്ന ഒന്നാണെങ്കിലും അത് ജീവഭാവത്തിൽ പ്രകടമാകുമ്പോൾ കൊച്ചുകുട്ടികളെക്കാളും കഷ്ടമാണ്. കൊച്ചുകുട്ടികൾ പെട്ടെന്ന് ഭ്രമിക്കുന്നവരാണ്. ദൃശ്യങ്ങളിൽ പെട്ടെന്ന് ഭ്രമിക്കുന്ന ഒരു സ്വഭാവം ഈ ബാലന്മാർക്കുണ്ട്. മുതിർന്നവരും ഒട്ടും മോശമല്ല ആ കാര്യത്തിൽ. ഒരു ദൃശ്യത്തെ കണ്ടിട്ട് അത് വേണം, അല്ലെങ്കിൽ അത് അനുഭവിക്കണം. ഇതാണ് ഭ്രമം അല്ലെങ്കിൽ മോഹം എന്ന് പറയുന്നത്. ചിത്താകുന്ന ബാലന്റെ കൽപ്പനാജാലമാണ് ഈ പ്രപഞ്ചം. ആ കുഞ്ഞിൻ്റെ സങ്കല്പം, ആ കുഞ്ഞ് എന്തൊക്കെയോ ഉള്ളതുപോലെ കാണുന്നു. അത് അവിവേകം കൊണ്ട് കാണപ്പെടുന്ന കാഴ്ചകളാണ്. ചിദ്ബാലന്റെ കൽപ്പനാജാലമാണ് ഈ പ്രപഞ്ചം. ശൂന്യാത്മനി നിരർത്ഥകേ. വാസ്തവത്തിൽ ഇവിടെ ചിത്തല്ലാതെ മറ്റൊന്നുമില്ല. നാമരൂപങ്ങളുടെ പൊടി പോലുമില്ല. അതുപോലെ ഈ പ്രപഞ്ച നാമരൂപങ്ങൾക്ക് ഒരർത്ഥവുമില്ല. ഇവ എന്തിനുണ്ടാവുന്നു? എന്തിന് കുറെ കാലം നിലനിൽക്കുന്നു? എന്തിനാണ് ഈ പദാർത്ഥങ്ങൾ മനുഷ്യർക്ക് മോഹത്തെ ജനിപ്പിക്കുന്നത്? ഈ ചോദ്യത്തിനൊന്നും യുക്തിയുക്തമായ ഉത്തരം കണ്ടെത്താൻ സാധ്യമല്ല. നിരർത്ഥകമാണ് എന്ന് പറഞ്ഞാൽ നിഷ്പ്രയോജനമാണ് ഈ പ്രപഞ്ചം. ജീവന്മാരുടെ ഭോഗത്തിന് വേണ്ടി ദൈവം സൃഷ്ടിച്ചു എന്നൊക്കെ പുരാണങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ആരും ഒരു ഭോഗത്തെയും അനുഭവിച്ച് രസിക്കുന്നില്ല. ഈ ഭോഗങ്ങളെല്ലാം അവസാനം ദുഃഖത്തിൽ പര്യവസാനിക്കുന്നു. അനുഭവിച്ച് രസിച്ച് തിന്ന് കുടിച്ച് ആസ്വദിച്ച് രസിച്ച് അവസാനം വാസന മാത്രം ബാക്കി നിൽക്കുന്നു. ശരീരം തളരുന്നു, ഇന്ദ്രിയങ്ങൾ ക്ഷീണിക്കുന്നു, ആഗ്രഹം മാത്രം ഉള്ളിൽ അതിശക്തമായി ബാക്കി നിൽക്കുന്നു. അയാൾക്ക് എന്തിനനുഭവിക്കാൻ പറ്റും? ഈശാവാസ്യമിതം സർവം, എല്ലാം ഈശ്വരൻ്റെതാണ് എന്ന സത്യം തിരിച്ചറിയുന്നതാണ് യഥാർത്ഥത്തിലുള്ള ത്യാഗം. അപ്പൊ ഈ ത്യാഗത്തെക്കുറിച്ച് ഒരു സ്വാമിജി പറഞ്ഞത്, നമ്മൾ ഈ റോഡ് സൈഡിൽ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരെ കണ്ടിട്ടുണ്ടല്ലോ. ഈ ചെറിയ സാധനങ്ങൾ, ഉദാഹരണത്തിന് പേന, ചെറിയ സ്പൂണ്, ചീപ്പ്, നെയിൽ കട്ടർ, ഇതുപോലെയുള്ള തട്ടുമുട്ട് സാധനങ്ങളുണ്ടല്ലോ. ഇതൊക്കെ ഒരാൾ കച്ചവടത്തിനായി വഴിയരികിൽ വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കും. ഇപ്പോൾ നമ്മൾ പോകുന്നു, നമുക്ക് വേണ്ടത് ഒരു നെയിൽ കട്ടറാണ്, നഖം വെട്ടി. ഇപ്പം ഞാൻ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. പക്ഷേ എൻ്റെ ശ്രദ്ധ എന്ന് പറയുന്നത് നെയിൽ കട്ടർ ഉണ്ടോ എന്നുള്ളതാണ്. കാരണം അതാണ് എനിക്ക് ആവശ്യമായത്. അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് നെയിൽ കട്ടർ അതിൻ്റെ ഇടയിൽ കാണുമ്പോൾ ഇതെത്രയാ വില, ഞാനത് എടുക്കുന്നു. എടുത്തിട്ട് അതിൻ്റെ വില കൊടുത്ത് ആന്തിക്കൊണ്ട് പോവുകയല്ല ചെയ്യുന്നത്, അതിന് കാശ് കൊടുത്ത് വാങ്ങിച്ച് ഞാൻ വീട്ടിലേക്ക് പോകുന്നു. ഇപ്പോൾ ഞാൻ അനേകം പദാർത്ഥങ്ങളുടെ ഇടയിൽ നിന്നും
എനിക്കാവശ്യമുള്ള നെയിൽ കട്ടർ മാത്രമാണ് സ്വീകരിച്ചത്. ഇതിൻ്റെ അർത്ഥം അവിടെ ഉണ്ടായിരുന്ന മറ്റ് വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളെ ഞാൻ ഉപേക്ഷിച്ചു എന്നാണോ ഇതിൻ്റെ അർത്ഥം? ഇടോ, അത് ഉപേക്ഷിക്കാൻ അത് നമ്മുടെ അല്ലല്ലോ, കച്ചവടക്കാരൻ്റെതാണ് അവയൊക്കെ. ഇപ്പോൾ ആ സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ഒരു നെയിൽ കട്ടർ മാത്രമായിരുന്നു. അത് മാത്രം നമ്മൾ വില കൊടുത്ത് അയാളിൽ നിന്ന് സ്വീകരിക്കുന്നു. ഇതുപോലെയാണ് അനേകം നാമരൂപങ്ങൾ നിരന്നിരിക്കുന്നു. അതൊക്കെ ഈശ്വരന്റെ സൃഷ്ടിയിൽപ്പെട്ടതാണ്. എനിക്ക് ഈ നാമരൂപങ്ങളൊന്നും വേണ്ട. ആ നാമരൂപങ്ങളിൽ ഉടനീളം വ്യാപിച്ചു നിൽക്കുന്ന ആത്മതത്വത്തെ മാത്രം ഞാൻ ബുദ്ധി കൊണ്ട് സ്വീകരിക്കുന്നു. ഇതാണ് ശരിക്കുള്ള ത്യാഗം. ഇവിടെ വാസ്തവത്തിൽ എന്തെങ്കിലും ത്യജിക്കപ്പെടുന്നുണ്ടോ? നമ്മൾ ഒന്നിനെയും വിടുന്നില്ല. ഒരു നാമരൂപത്തെയും വേണ്ടെന്ന് വെക്കുന്നില്ല. ഒന്നിൽ നിന്നും അകൽച്ച പാലിക്കുന്നില്ല. നമുക്കാവശ്യമായതിനെ നാമരൂപങ്ങളിൽ നിന്ന് ബുദ്ധി കൊണ്ട് സ്വീകരിക്കുന്നു. അതെന്താണ്? സത്യം. നാമരൂപങ്ങൾ മിഥ്യയാണ്. നാമരൂപങ്ങളിൽ വ്യാപിച്ചു നിൽക്കുന്ന അസ്തിത്വത്തെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. ആ ആത്മാവിനെ ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് സ്വീകരിക്കുന്നു. ഇപ്പൊ ഇവിടെ എന്താണ് പരിത്യജിക്കപ്പെട്ടത്? എന്താണ് സ്വീകരിക്കപ്പെട്ടത്? എല്ലാം ആത്മാവാണ് എന്നുള്ള അറിവിനെ ഞാൻ അംഗീകരിക്കുന്നു. അതാണ് ഞാൻ സ്വീകരിക്കുന്ന ഏക വസ്തു. മറ്റുള്ള നാമരൂപങ്ങളെ ഞാൻ ശ്രദ്ധിക്കുന്നേയില്ല. ശ്രദ്ധിക്കാതിരിക്കുന്നതിലൂടെയാണ് ത്യാഗം നേടേണ്ടത്. ത്യാഗം നേടുന്നത് ശ്രദ്ധിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാതിരിക്കുക. അങ്ങനെ ഒരു വസ്തു ബ്രഹ്മഭിന്നമായി ഉണ്ട് എന്ന് അംഗീകരിക്കാതിരുന്നാൽ ആ വസ്തുവിനെ നിങ്ങൾ ത്യജിച്ചു കഴിഞ്ഞു. പ്രപഞ്ചത്യാഗം, പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങൾ ആണ്. നാമരൂപങ്ങളെ കള്ളം എന്നറിഞ്ഞ് നാമരൂപങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഉണ്മയായ ആത്മതത്വത്തെ ബുദ്ധി കൊണ്ട് പിന്തുടരുക. ഇതാണ് വാസ്തവത്തിൽ ആത്മജ്ഞാനം നേടിത്തരുന്നത്. ആത്മാവിനെ മറക്കാതിരിക്കുക, നാമരൂപങ്ങളെ പുറന്തള്ളുക. പുറന്തള്ളുക എന്ന് പറഞ്ഞാൽ അവയ്ക്ക് സത്യത്വം കൽപ്പിക്കാതിരിക്കുക എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. നാമരൂപങ്ങളെ ഒരിക്കലും സത്യമെന്ന് കരുതി ഭ്രമിക്കാതിരിക്കുക. നാമരൂപങ്ങൾ ബോധത്തിൽ പൊന്തിയ വെറും കാഴ്ചകളാണ്. ആ കാഴ്ചകളിൽ വ്യാപിച്ചു നിൽക്കുന്നത് അസ്തിത്വം സ്വരൂപമായിട്ടുള്ള ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തെ സർവ്വദിക്കിലും കാണാൻ ശ്രമിക്കുക. അതിനെ ഒരു അഭ്യാസമോ പരിശീലനമോ ആയി ജീവിതത്തിൽ അംഗീകരിക്കുക. അതാണ് നമ്മെ ജ്ഞാനിയാക്കി തീർക്കുന്നത്. അല്ലാതെ മറ്റ് സാധനങ്ങളൊന്നുമല്ല. മറ്റ് സാധനങ്ങൾ നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ സാധനയെ ഒരിക്കലും വേണ്ടെന്ന് വെക്കരുത്. ഇത് പറ്റില്ല, ഇത് പ്രയാസമാണ് എന്ന് മാത്രം പറയരുത്. ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ സത്യത്തെ ത്യജിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് സകലതിനെയും ആത്മാവായി കാണാൻ പറ്റുന്നില്ല, ഞാൻ നാമരൂപങ്ങളിൽ കുടുങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മായയിൽപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഇനിയും സത്യത്തെ അംഗീകരിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സകലതിലും വ്യാപിച്ചു നിൽക്കുന്ന ഏകമായ ആത്മതത്വത്തെ ബുദ്ധി കൊണ്ട് പിന്തുടരുകയല്ലാതെ ആത്മജ്ഞാനം നേടാൻ മറ്റ് എളുപ്പ വഴികളൊന്നുമില്ല. ഏറ്റവും എളുപ്പമായത് ഇതാണ്. ഈ ഒരൊറ്റ സാധനം മാത്രം മതി. പ്രാണായാമം വേണ്ട, ധ്യാനം വേണ്ട, സമാധി വേണ്ട, യോഗാസനങ്ങളൊന്നും വേണ്ട, മന്ത്രജപം വേണ്ട, സഗുണ ആരാധന വേണ്ട. സഗുണത്തെ എങ്ങനെ ആരാധിക്കുന്നത്? സഗുണം, ഗുണങ്ങളോട് കൂടിയതെന്ന് പറഞ്ഞാൽ മായയ്ക്കകത്താണ്. മായയ്ക്കകത്തുള്ള ഒന്നിനെയാണോ നിങ്ങൾ ആരാധിക്കേണ്ടത്? ഗുണാതീതമായ ഒന്ന് ഗുണമയമായ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അതിനെ ബുദ്ധി കൊണ്ട് കാണാൻ കഴിയണം. ബുദ്ധി നേത്രത്തിലൂടെ അതിനെ സദാ സർവത്ര ദർശിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സാധന. അല്ല, അത് മറന്നു പോകുന്നു. നാമരൂപങ്ങൾ എന്നെ മോഹിപ്പിക്കുന്നു. അത് നമ്മുടെ കഴിവുകേടാണ്. നമ്മുടെ കഴിവുകേടിനെ വസ്തുക്കളിൽ ആരോപിക്കരുത്.
ഒരു സുന്ദരമായ രൂപത്തെ കാണുമ്പോൾ എൻ്റെ മനസ്സ് അതിൽ ആകൃഷ്ടമാകുന്നു. ഞാൻ പറയുന്നത് ആ വസ്തു ആണ് അതിന് ഉത്തരവാദിയെന്ന്. അതെങ്ങനെ അതിന് ഉത്തരവാദിയാവും? ആ വസ്തു നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പോലും അറിയുന്നില്ലല്ലോ. നിങ്ങൾ അതിനെ മോഹിക്കുന്നു എന്നുള്ളത് ആ വസ്തു അറിയുന്നില്ല. നിങ്ങളെ മോഹിപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം ആ വസ്തുവിനില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അത് നിങ്ങളെ മോഹിപ്പിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥം? തൻ്റെ കഴിവില്ലായ്മ, തൻ്റെ ഇനബിലിറ്റി, തൻ്റെ കഴിവുകേട് അതിനെ പ്രപഞ്ചത്തിൽ ആരോപിക്കരുത്. നമുക്ക് ഇപ്പോൾ തൽക്കാലം പറ്റുന്നില്ല, ആ കഴിവ് നേടൂ. നാമരൂപങ്ങളിൽ ഭ്രമിക്കാതെ എല്ലാറ്റിലും ആത്മാവിനെ തന്നെ ദർശിക്കാനുള്ള ഒരു കഴിവ് നേടൂ. പരിശീലനത്തിലൂടെ, നിരന്തരമായ അഭ്യാസത്തിലൂടെ ആ കഴിവ് നേടിയെടുക്കാവുന്നതാണ്. അപ്പം അതിന് ശ്രമിക്കാതെ ആത്മജ്ഞാനം വേണം, മോക്ഷം വേണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം അത് കിട്ടില്ല. നമ്മുടെ ഭാഗത്തുനിന്ന് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യണം. അത് ചെയ്യാതെ ആത്മജ്ഞാനത്തിന് വേണ്ടി കേഴുന്നത് കൊണ്ടോ അത് കിട്ടുന്നില്ലല്ലോ എന്ന് വിഷമിക്കുന്നത് കൊണ്ടോ ഒരു കാര്യമില്ല. ആഗ്രഹം നല്ലതാണ്, മുമുക്ഷുത്വം നല്ലതാണ്. പക്ഷേ സർവത്ര ആത്മാവിനെ ദർശിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ ആ മുമുക്ഷുത്വം കൊണ്ടെന്ത് പ്രയോജനം? മോക്ഷം എന്ന് പറയുന്നത് അമ്പലത്തിൽ നിന്ന് അരവണയും അപ്പവും വടയും ഒക്കെ പ്രസാദമായി കിട്ടുന്നത് പോലെ പ്രസാദമായി കിട്ടുന്നതല്ല. ഈശ്വരൻ നൽകുന്ന പ്രസാദമാണ് മോക്ഷം എന്നുള്ളത് സത്യം തന്നെ. പക്ഷേ അത് അമ്പലത്തിൽ ചെന്ന് കൈനീട്ടിയാൽ കിട്ടുന്ന ഒന്നല്ല. നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കണം. അതിനെ സദാ ഊണിലും ഉറക്കത്തിലും, ഉറക്കം എന്ന് പറഞ്ഞാൽ ഗാഠനിദ്രയല്ല, സ്വപ്നത്തിലും ജാഗ്രത്തിലും ആ സത്യത്തെ തന്നെ പിന്തുടരണം. അതിൻ്റെ സ്മരണയോടുകൂടി തന്നെ ജീവിക്കണം. അതല്ലാതെ മോക്ഷം ഒരു വ്യക്തിയും നേടാൻ പോകുന്നില്ല. പക്ഷെ ഇതിന് മാത്രം ആരും തയ്യാറല്ല. തത്വവിചാരം കൂട്ടിച്ചേർക്കണം എന്ന് ബാലകൃഷ്ണൻ നായർ സാറ് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞാലും ഈ തത്വവിചാരം മാത്രം ആരും കൂട്ടിച്ചേർക്കില്ല. എളുപ്പ വഴി എന്തെങ്കിലും ഉണ്ടോ? കുറുക്ക് വഴി എന്തെങ്കിലും ഉണ്ടോ? കുറുക്ക് വഴി പോകുന്നവൻ കുഴിയിൽ ചാടും. കുറുക്ക് വഴി അംഗീകരിക്കുന്നവൻ നേരായ മാർഗത്തിലൂടെ പോകാതെ വല്ലവരും പറയുന്നത് കേട്ട് പെട്ടെന്ന് 2 വർഷത്തിൽ ആത്മജ്ഞാനം നേടാം, അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് മനസ്സിനെ പൂർണ്ണമായി നിയന്ത്രണത്തിലാക്കാം. അങ്ങനെയുള്ള തരികിട പരിപാടികളിലൊന്നും നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. നിരന്തരമായ പ്രയത്നത്തിലൂടെ മാത്രമേ ഈ ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ പറ്റൂ. ആദ്യം അതിന് വേണ്ടത് അതിനെ ജീവിത ലക്ഷ്യമായി അംഗീകരിക്കുക എന്നുള്ളതാണ്. എനിക്കിത് വേണം. തമിഴിലൊരു സിനിമയിലൊരു ഡയലോഗുണ്ട്, നീ എനക്ക് വേണണ്ടാ ചെല്ലോം, നീ എനക്ക് വേണണ്ടാ ചെല്ലോം. ചെല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓമനെ വളരെ സ്നേഹത്തോടു കൂടി വിളിക്കുന്നതാണ്. ചെല്ലം, ആ കുട്ട, അത് തന്നെ. ചെല്ലം, നീ എനക്ക് വേണണ്ടാ എന്ന് പറഞ്ഞാൽ ആത്മാവേ നീ എനിക്ക് വേണം, നിന്നെ കിട്ടാതെ ഞാൻ അടങ്ങില്ല. അങ്ങനെ ഒരു വ്യഗ്രത ഈ ആത്മാ സാക്ഷാത്കാരത്തിൽ ഉണ്ടെങ്കിൽ അതിനെ വേഗത്തിൽ നമുക്ക് നേടാൻ കഴിയും. അല്ലാതെ ചുമ്മാ ആഗ്രഹിച്ചിരുന്നത് കൊണ്ട് മലർപ്പൊടിക്കാരിയുടെ സ്വപ്നം പോലെ എന്താ ചുമ്മാ ആഗ്രഹിച്ചു അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ വിചാരിച്ച് അവസാനം തലയിലിരിക്കുന്ന ആ മലർപ്പൊടി കുടം തല്ലിപ്പൊട്ടിച്ചു, അല്ലെങ്കിൽ അത് താഴെ വീണ് പൊട്ടി. അതുപോലെ നമ്മൾ മോഹഭംഗത്തിന് വിധേയരാവരുത്. മോഹിക്കുന്നത് നശിക്കാത്ത ഒന്നായിരിക്കണം. നശ്വരതയെ ആഗ്രഹിക്കരുത്. നശ്വരതയെ ആഗ്രഹിച്ചാൽ ആ നശ്വരതയ്ക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന വസ്തു നശ്വരമായത് കൊണ്ട് തന്നെ അത് ഒരു ദിവസം നശിച്ചു പോകും. അപ്പോൾ പിന്നെ അങ്ങനെ ഒന്നിനെ നേടിയിട്ട് സ്വന്തമാക്കിയിട്ട് എന്ത് പ്രയോജനം? അതുകൊണ്ട് നശിക്കാത്ത ഒന്നിനെ വേണം മനുഷ്യൻ നേടാൻ ആഗ്രഹിക്കേണ്ടത്. നശിക്കാത്തതായി ആത്മാവ് മാത്രമേ ഉള്ളൂ. അതിനെ മാത്രം ലക്ഷ്യമാക്കി മനുഷ്യർ മുന്നോട്ട് പോകണം. അല്ലാതെ പ്രയോജനമില്ല. പേര്, പ്രശസ്തി, പണം, ലൗകിക സുഖങ്ങൾ, ഇതിൻ്റെ ഒന്നും പുറകെ പോയത് കൊണ്ട് കാര്യമില്ല. ഇതൊക്കെ നമ്മെ പറ്റിച്ചിട്ട്
അകന്നു പോകും. ഇതൊന്നും ശാശ്വതമായി നമ്മുടെ ഒപ്പം നിൽക്കില്ല. മായക്കാഴ്ചകളാണവ. അതുകൊണ്ട് അതിൽ മതി മറക്കരുത്. ആത്മാവിനെ സദാ ബുദ്ധി കൊണ്ട് പിന്തുടരുക തന്നെ വേണം. ചിദ്ബാല കൽപ്പനാജാലേ ശൂന്യാത്മനി നിരർത്ഥകേ അവസ്തുഭൂതേ പൃഥ്വ്യാദൗ ഭ്രാന്തിമാത്രാംബരോദയേ. അവസ്തുഭൂതം എന്ന് പറഞ്ഞാൽ കഴമ്പില്ലാത്ത കാഴ്ച. എന്ത്? ഭൂമി മുതലായ പഞ്ചഭൂതങ്ങൾ. പഞ്ചഭൂതങ്ങൾ തന്നെ മിഥ്യയാണെങ്കിൽ മറ്റ് വസ്തുക്കൾ പഞ്ചഭൂത നിർമ്മിതങ്ങളാണല്ലോ, പഞ്ചഭൂത സമാഹാരങ്ങളാണല്ലോ മറ്റുള്ളവ. അവയെങ്ങനെ സത്യമാകും? പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം, ഈ പഞ്ചഭൂതങ്ങൾ തന്നെ ആത്മാവിൽ ഭ്രമരൂപത്തിൽ പൊന്തുന്ന ദൃശ്യങ്ങളാണെങ്കിൽ ഇവയുടെ സംയോഗം കൊണ്ടുണ്ടാകുന്ന വസ്തുക്കൾ, വ്യക്തികൾ, ശരീരങ്ങൾ അവ എങ്ങനെ സത്യമാകും? അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ മിഥ്യാത്വം നല്ലതുപോലെ ചിന്തിച്ചുറപ്പിക്കുക. ഇത് ചിന്തിക്കും തോറും ഉറച്ചുറച്ചു വരും. തത്വബോധം കൂട്ടിച്ചേർക്കാൻ ബാലകൃഷ്ണൻ നായർ സാർ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, തത്വബോധത്തെ പ്രധാന ഭക്ഷണമാക്കി സ്വീകരിക്കാൻ കഴിഞ്ഞാൽ അതാണ് നല്ലത്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അച്ചാറ് പോലെ കൂട്ടിച്ചേർക്കാം. അത്രയെങ്കിലും നടക്കട്ടെ എന്നാണ്. പലരും സാറിനെ പരിഹസിച്ചിട്ടുണ്ട്. ഈ സാറ് തത്വബോധം കൂട്ടിച്ചേർക്കണം എന്ന് പറയുമ്പോൾ ഇത് അച്ചാറ് പോലെ എന്തെങ്കിലും ഒന്നാണോ? അച്ചാറല്ല, ഇതായിരിക്കണം പ്രധാന ഭക്ഷണം. ഇതായിരിക്കണം നമ്മുടെ സ്റ്റേപ്പിൾ ഫുഡ്. അതായത് സദാ ആത്മാവിനെ ചിന്തിച്ചുകൊണ്ട് വേണം കഴിയാൻ. ഇപ്പൊ അതിന് പറ്റാത്തവരോട് എന്തു പറയും? നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഒന്നുമില്ലെങ്കിലും 3-4 നേരം ആഹാരം കഴിക്കാറുണ്ടല്ലോ. ആ ആഹാരം കഴിക്കുമ്പോൾ എല്ലാം ആത്മാവാണ്, അന്നത്തിൻ്റെ രൂപത്തിൽ എൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഭഗവാനാണ്, ബ്രഹ്മമാണ് എന്ന ഒരു ഭാവത്തെ കൂട്ടിച്ചേർക്കൂ. എന്നല്ലാതെ വേറെ എന്ത് പറയണം? ആത്മാവിനെ മറക്കാതെ സദാ ആത്മസ്മരണയിൽ തന്നെ ജീവിക്കും എന്ന് പറഞ്ഞാൽ എത്ര പേർ തയ്യാറാകും? അതൊക്കെ നമുക്ക് വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കൂട്ടിച്ചേർക്കൂ. അല്ലാതെ എന്ത് പറയാം? ഇത് വിട്ടുപോകാതെ നിരന്തര സ്മരണയായി നമ്മുടെ ഉള്ളിൽ തങ്ങി നിൽക്കണം. അവസ്തുഭൂതേ പൃഥ്വ്യാദൗ ഭ്രാന്തിമാത്ര അംബരോദയെ. ബ്രഹ്മത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ഭ്രമമാണ് ആകാശം എന്ന ഭൂതം. ആകാശം തന്നെ ഭ്രമമാണെങ്കിൽ ആ ഭ്രമത്തിൽ നിന്നുണ്ടായ മറ്റ് 4 ഭൂതങ്ങൾ എങ്ങനെ സത്യമാവും? ചുരുക്കം, ഈ പ്രപഞ്ചവും പ്രപഞ്ച പദാർത്ഥങ്ങളും ഇതെല്ലാം നിലനിൽക്കുന്ന ആകാശവും അങ്ങേയറ്റം കള്ളം. ഇതൊന്നും വാസ്തവമല്ല, മിഥ്യ, ഇല്ലാത്തത് എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ രക്തസമ്മർദ്ദം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് നിങ്ങളുടെ BP കൂട്ടുന്നത്? നിങ്ങൾ ഇല്ലാത്തതിനെ ഇല്ലാത്തതാണെന്ന് അറിയാൻ എന്താ ഇത്ര വിഷമം? അല്പം നമ്മുടെ വിവേകത്തെ പ്രയോഗിച്ചുകൂടെ? സ്വല്പം ചിന്തിച്ചു നോക്കിക്കൂടെ ഈ പ്രപഞ്ചത്തിന്റെ മിഥ്യാത്വം പിടികിട്ടാൻ? പക്ഷെ ആൾക്കാർ എല്ലാം മിഥ്യയാണെന്ന് പറയുമ്പോൾ, എല്ലാം മിഥ്യയാണെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ ഊണ് കഴിക്കരുത്. നിങ്ങൾ കഴിക്കുന്ന ഊണും മിഥ്യയാണല്ലോ, പിന്നെന്തിനാ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്? നിങ്ങളുടെ ശരീരം മിഥ്യയാണല്ലോ, എന്തിനാ നിങ്ങൾ തുണി ഉടുക്കുന്നത്? ഉടുതുണി ഇല്ലാതെ ഇറങ്ങി നടന്നുകൂടെ? അപ്പോൾ ഇതെല്ലാം സത്യമാണ് എന്ന് കരുതുന്നത് കൊണ്ടല്ലേ നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, നിവൃത്തികേട് കൊണ്ട് ചെയ്യുന്നു. ഇതൊന്നും ഇല്ല എന്നുള്ളത് സത്യമാണ്. അതിനെ ബുദ്ധിയിൽ പ്രതിഷ്ഠിച്ചാൽ മാത്രം മതി. ബുദ്ധിയിലാണ് പ്രപഞ്ചം മിഥ്യ എന്ന ഭാവം ഉറയ്ക്കേണ്ടത്. അല്ലാതെ ഉടുതുണി ഉരിഞ്ഞു കളഞ്ഞതുകൊണ്ടോ ഭക്ഷണം കഴിക്കാതിരുന്നത് കൊണ്ടോ നമ്മൾ രക്ഷപ്പെടില്ല. പട്ടിണി കിടന്നുകൊണ്ട് നേടാൻ പറ്റുന്ന ഒന്നാണ് ആത്മജ്ഞാനമെങ്കിൽ ഞാനിതാ എത്ര ദിവസം വേണമെങ്കിലും പട്ടിണി കിടക്കാം, ചാവുന്നത് വരെ പട്ടിണി കിടക്കാം. പട്ടിണി കിടന്നാൽ ശരീരം ദുർബലമാകും. അവസാനം ശരീരത്തിൽ നിന്നും പ്രാണൻ
അകന്നു പോകും. ചാവാൻ വേണ്ടിയാണോ തത്വബോധം ഉറപ്പിക്കുക? ശരീരം അവിടെ ഇരിക്കട്ടെ, അത് ജഡമാണെന്ന് അറിയൂ. ആ അറിവാണ് നമ്മൾ നേടേണ്ടത്, അല്ലാതെ ശരീരത്തെ പീഡിപ്പിക്കുകയല്ല. പട്ടിണി കിടന്ന് ഉറക്കമിളച്ച് ആൾക്കാർ എന്തൊക്കെയാണ് കാണിക്കുന്നത്. ദൈവത്തിന് തൃപ്തി ഉണ്ടാക്കാൻ വേണ്ടി ഗരുഡൻ തൂക്കം, തീയിൽ ചാടുന്നു, അഗ്നിക്കാവടി, മണ്ണാങ്കട്ട, മറ്റേത്. എനിക്കിതെല്ലാം കാണുമ്പോൾ വല്ലാതെ ഒരുമ ചൊറിഞ്ഞു കയറും. ദൈവത്തിന്റെ പേരിൽ ദൈവം നിങ്ങൾ സ്വയം പീഡിപ്പിക്കപ്പെടുന്നത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ശൂലം കുത്തിക്കയറ്റുക, കൊളുത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക, മുതുകിൽ. ഇതുകൊണ്ട് ഏത് ദൈവമാണ് തൃപ്തിപ്പെടാൻ പോകുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല. ദൈവത്തെ പേടിപ്പിക്കുക. ദൈവത്തെ ഇങ്ങനെ ഒരു ദുഷ്ടനായി നമ്മൾ ചിത്രീകരിക്കേണ്ട കാര്യമുണ്ടോ? ഹിന്ദുക്കൾ മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മറ്റ് ഇതര മതസ്ഥരും നോക്കും, അവര് ദേഹത്തെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിക്കും ഇല്ല. ആ അർത്ഥത്തിൽ അവർ നമ്മെക്കാളും കേമന്മാർ എന്ന് തന്നെ അംഗീകരിക്കണം. അവർക്ക് നൊയമ്പ് എന്നൊക്കെ പറഞ്ഞുണ്ട്. നൊയമ്പ് എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ സൂര്യൻ അസ്തമിക്കുന്നവർ, സൂര്യോദയം മുതൽ സൂര്യാസ്തമം വരെ മാത്രമേ ഉള്ളൂ അവരുടെ നൊയമ്പ്. അത് തന്നെ, അത് ഉപവാസം. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല പോലെ തിന്നുക, സൂര്യൻ ഉദിക്കുന്നത് വരെ തിന്നുക. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ശരീരത്തെ ദൈവത്തിന്റെ പേരിൽ ഒരിക്കലും പീഡിപ്പിക്കരുത്. നിങ്ങളുടെ ശരീരത്തെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു തരത്തിലുള്ള ആത്മപീഡനമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഞാനായി പൊന്തുന്ന ഭഗവാനെയാണ് നിങ്ങൾ പീഡിപ്പിക്കുന്നത്. ശരീരത്തിന്റെ ഉള്ളിൽ ഞാനായി ജീവഭാവത്തിൽ പൊന്തിയിരിക്കുന്നത് ആത്മതത്വമാണ്. അതിനെ പീഡിപ്പിക്കുക വഴി അതിനെ നേടാൻ ശ്രമിക്കുന്നു. ഇതെങ്ങനെ ഇതെങ്ങനെ സാധ്യമാകും? ഒന്നിനെ പീഡിപ്പിക്കുക, നോവിച്ച് ഒന്നിനെ സ്വന്തമാക്കാൻ പറ്റുമോ? ഈ കാമുകിയുടെ മുഖത്ത് ആസിഡ് കോരി ഒഴിക്കുന്നതൊക്കെ ഇപ്പോഴത്തെ സംസ്കാരമാണ്. താൻ ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ എന്നാ പിന്നെ അവളുടെ മുഖത്ത് ആസിഡ് കോരി ഒഴിക്കുക. എനിക്ക് കിട്ടാത്തത് ഒരുത്തനും കൊണ്ടുപോകണ്ട, നല്ല തങ്കപ്പെട്ട സ്വഭാവം. തനിക്ക് കിട്ടാത്തത് വേറൊരുത്തൻ കൊണ്ടുപോകണ്ട, എനിക്ക് അനുഭവിക്കാൻ പറ്റത് വേറെ ഒരുത്തനും അനുഭവിക്കണ്ട. ഇവൾക്ക് സൗന്ദര്യം ഉള്ളത് കൊണ്ടാണല്ലോ ഞാൻ മോഹിച്ചു പോയത്. അപ്പൊ ഇവളുടെ മുഖത്തെ ഞാൻ വികൃതമാക്കി കളയാം എന്നൊക്കെ വിചാരിച്ചാണ് ആസിഡും മറ്റും കോരി ഒഴിക്കുന്നത്. ഒരിക്കലും ഒരു സാധനയുടെയും പേരും പറഞ്ഞ് നിങ്ങളുടെ ശരീരത്തെയോ പ്രാണനെയോ നിങ്ങൾ പീഡിപ്പിക്കരുത്. അതിനുള്ള അവകാശം നിങ്ങൾക്കില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ശരീരവും പ്രാണനും ഈശ്വരന് സ്വന്തമാണ്. വല്ലവന്റെ സ്വത്തിൽ കയറി നിങ്ങൾ കളിക്കരുത്. വല്ലവൻ എന്ന് പറഞ്ഞാൽ വല്ലഭൻ, അല്ലാതെ വല്ലവനുമല്ല. സർവശക്തനായ പരമാത്മാവിന്റെ സൃഷ്ടിയാണ് ഈ ശരീരവും ശരീരത്തിനകത്ത് സ്പന്ദിക്കുന്ന പ്രാണനും. അവയെ പീഡിപ്പിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല. നിങ്ങളെ നോവിച്ചുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ സർവേശ്വരനെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന സാധനയൊന്നും ഫലപ്രദമാവില്ല. ടേക്ക് ഇറ്റ് ഫ്രം മീ. അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ മിഥ്യാത്വം മനസ്സിലാക്കുക വഴി മാത്രമേ നമുക്ക് ആത്മജ്ഞാനത്തിൽ എത്തിച്ചേരാൻ പറ്റൂ. ഒരു ശ്ലോകം കൂടെ വായിച്ചിട്ട് നിർത്താം. കിമാസ്ഥാ ബാലകാബ്രൂത മമേദമഹമിത്യലം ആജ്ഞാതം രമതേ ബാലസങ്കൽപ്പേ ബാലയേവച. എന്തുകൊണ്ടാണ് ബാലന്മാരെ പോലെ ബാഹ്യ വിഷയങ്ങളിൽ മനുഷ്യർ ഭ്രമിക്കുന്നത്? സംഘമുണ്ടാവാൻ എന്താണ് കാരണം? മനുഷ്യർ എന്തുകൊണ്ട് സംഘബദ്ധരായിത്തീരുന്നു? ബാഹ്യ പദാർത്ഥങ്ങളിൽ, ബാഹ്യ വസ്തുക്കളിൽ, വ്യക്തികളിൽ, സുന്ദരമായ കാഴ്ചകളിൽ എന്ന് ചോദിച്ചാൽ കിമാസ്ഥ ബാലകാബ്രൂത. ഈ ആസ്ഥ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അറിയാമോ? ഞാൻ എന്റേത്. ഈ രണ്ട് ഭാവം, ഇതാണ് ആസ്ഥ എന്ന് പറയുന്നത്. ഒട്ടിപ്പിടിത്തം, ഒട്ടൽ, മാനസികമായ ഒട്ടൽ, അതാണ്
അഹം മമ, ഞാനും എൻ്റേത്. ഒന്നും നമ്മുടേതല്ല, എല്ലാം ഈശ്വരൻ്റേതാണ് എന്നതാണ് സത്യമെങ്കിൽ ഈ എൻ്റെ എന്നുള്ള ഭാവത്തെ ഞാൻ എന്തിനു വെച്ചു പുലർത്തണം? അദ്ദേഹം തന്നെയാണ് എൻ്റെ ഉള്ളിൽ ഞാനായി പ്രകടമായിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള സകലതും അദ്ദേഹത്താൽ അദ്ദേഹം സൃഷ്ടിച്ചതാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ ദൃശ്യങ്ങളിൽ എന്തിന് എൻ്റേത് എന്നുള്ള ഭാവം അതിൻ്റെ ആവശ്യമില്ല. ഞാൻ എന്നുള്ള അഹങ്കാരവും പൊന്തേണ്ട കാര്യമില്ല. കാരണം അത് ആത്മാവിൻ്റെ പ്രകടനമാണ്. അങ്ങനെ അഹങ്കാരത്തിലും മമതയിലും മോഹിക്കണ്ട. അല്ലയോ കുഞ്ഞുങ്ങളെ എന്നാണ് വിളിക്കുന്നത്. അല്ലയോ ബാലന്മാരെ എന്ന് പറഞ്ഞാൽ അജ്ഞാനികളെ, ബാലന്മാരെ പോലെയുള്ള വിവേകമില്ലാത്ത അജ്ഞാനികളെ, ബ്രൂത നിങ്ങൾ എന്നോട് പറയുവൻ, മമേദമഹം ഇത്യലം കിമാസ്ഥ, ഞാൻ എൻ്റെ എന്നീ ഒട്ടിപ്പിടുത്തം, ഈ രണ്ട് തരത്തിലുള്ള സംഘം എന്തിന് നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്നു? അതിൻ്റെ ആവശ്യമെന്ത്? നിങ്ങൾ വേണം മറുപടി പറയാൻ. അത് കഴിഞ്ഞിട്ട് മറന്നുപോയ ഒരു കാര്യം ഓർത്തെടുത്തതുപോലെ വസിഷ്ഠ മഹർഷി പറയാണ്, ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യർ പ്രപഞ്ച ദൃശ്യങ്ങളിൽ ഭ്രമിക്കുന്നു, അവരുടെ മനസ്സ് സംഘബദ്ധമാകുന്നു എന്നുള്ളത് അവരോട് ചോദിച്ചിട്ട് കാര്യമില്ല. അവർക്കതറിയില്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. ഈ മറന്നുപോയ ഒന്നിനെ നമ്മൾ ഓർത്തെടുക്കുന്നത് പോലെയാണ്. ജ്ഞാതം, ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. രമതേ ബാലസങ്കൽപ്പേ ബാലയേവച, ഒരു ബാലന്റെ സങ്കല്പത്തിൽ ആ ബാലൻ തന്നെ രമിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ മനസ്സിന്റെ സങ്കല്പത്തിൽ മനുഷ്യ മനസ്സുകൾ വെറുതെ ഭ്രമിക്കുന്നു. മനസ്സുണ്ടാക്കി കാണിക്കുന്ന കാഴ്ചകൾ സങ്കല്പജന്യങ്ങളാണ് പ്രപഞ്ച ദൃശ്യങ്ങൾ. ആ പ്രപഞ്ച ദൃശ്യങ്ങൾ അല്ലെങ്കിൽ പ്രപഞ്ച പദാർത്ഥങ്ങളിൽ അവയെ സൃഷ്ടിച്ച മനസ്സ് തന്നെ ഭ്രമിക്കുന്നു. അതാണ് കാരണം മനുഷ്യരുടെ ഉള്ളിൽ സംഘമുണ്ടാവാൻ. ഈ കാര്യം ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അല്ലാതെ ഇവരോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഇവർക്കൊന്നും അറിയില്ല. കാരണം അവർ കുട്ടികളാണ്. അവർക്ക് ഭ്രമിക്കാൻ മാത്രമേ അറിയാവൂ. ഭ്രമത്തിന് കാരണം എന്തെന്ന് അവരോട് ചോദിച്ചിട്ട് കഥയില്ല. ആജ്ഞാതം രമതേ ബാലസങ്കൽപ്പേ ബാലയേവച, തന്റെ സങ്കല്പത്തിൽ ഭ്രമിക്കുന്നത് ബാലന്മാരുടെ സ്വഭാവമാണ്. അവർക്ക് വിചാരം ചെയ്യാനുള്ള കഴിവില്ല. കണ്ടതിന് സത്യം എന്ന് കരുതുന്ന സ്വഭാവക്കാരാണ് ഈ ബാലന്മാർ. അതിന്റെ വ്യാഖ്യാനം കൂടെ വായിച്ചിട്ട് വിട്ടേക്കാം. യദി ആസ്ഥ അനുചിതൈവ, പ്രപഞ്ച പദാർത്ഥങ്ങളിൽ സംഘബദ്ധരാകരുത്. ഈ സംഘം അഥവാ രാഗദ്വേഷങ്ങൾ ഉചിതങ്ങളല്ല എങ്കിൽ കോ ഹേതുർ യജ്ജനാഹ തത്ര ആസ്ഥാം കുർവന്തി തത്രാഹ, എന്തുകൊണ്ടാണ് എല്ലാ മനുഷ്യരും ഒരുപോലെ സംഘബദ്ധരാവുന്നത്? എല്ലാവർക്കും ഏതെങ്കിലും ഒന്നിൽ സംഘമുണ്ടാവും. ചിലർക്ക് ഭാര്യയിലായിരിക്കും, ചിലർക്ക് കുട്ടികളിലായിരിക്കും, ചിലർക്ക് പണത്തിലായിരിക്കും, ചിലർക്ക് പരസ്ത്രീകളിലായിരിക്കും, ചിലർക്ക് പേരിലും പ്രശസ്തിയിലുമായിരിക്കും. ഓരോരുത്തർക്ക് ഓരോ തരം വട്ടാണെന്നർത്ഥം. ആരും നോർമലല്ല, എല്ലാം ഭ്രാന്തന്മാരാണ്. ഓരോരുത്തർക്ക് ഓരോന്നിലാണ് ഭ്രമമുണ്ടാവുന്നത്. അപ്പൊ ഈ ഭ്രമം ആവശ്യമില്ല, അത് നിരർത്ഥകമാണ്. സംഘം ഒട്ടൽ എന്നുള്ളത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നാണെങ്കിൽ ജനങ്ങൾ എല്ലാവരും ഒരുപോലെ സംഘബദ്ധരാകുന്നതിന് എന്താണ് കാരണം? എല്ലാവരുടെ ഉള്ളിലും ഈ ഞാൻ, എൻ്റെ എന്നുള്ള ഭാവങ്ങൾ ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ, ഹേതുസ്മരണേ അയമാകാരോ നിപാത, എന്നുള്ള വാക്ക് അതിന് നിപാതം എന്നാണ് വ്യാകരണത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നിപാതം, അവ്യയം എന്നൊക്കെ. അതായത് അതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. അതൊരു വ്യാക്ഷേപക ശബ്ദമാണ്. വ്യാക്ഷേപകം എന്ന് നമ്മൾ പറയും. അതായത് അമ്പോ, അയ്യോ, ഇങ്ങനെയുള്ള വാക്കുകൾ. അതിനൊന്നും പ്രത്യേകിച്ച് അർത്ഥമില്ല. നമ്മുടെ ഉള്ളിലുള്ള അതിശക്തമായ ഒരു വികാരത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടി നമ്മൾ അറിയാതെ
പ്രയോഗിക്കുന്ന വാക്കുകളാണ്. എൻ്റെ അമ്മോ എന്ന് പറഞ്ഞാൽ അമ്മയെ വിളിക്കുന്നതാണോ എൻ്റെ അമ്മയെന്ന്? അയ്യോ, ഇങ്ങനെയുള്ള കുറേ വാക്കുകളുണ്ട്. ഇംഗ്ലീഷിൽ പറയുന്നില്ല ഷിറ്റ്. അത് ഒരു അബ്യൂസീവ് വേർഡാണ് ഷിറ്റ്. കമ്മീഷണർ സിനിമയിലെ സുരേഷ് ഗോപി കൂടെ കൂടുന്നു ഷിറ്റ്, കൂടെ പറയുന്നത്. മലം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഷിറ്റ് എന്ന് പറഞ്ഞാൽ മലം, മലം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഷിറ്റ്, ബുൾ ഷിറ്റ് എന്ന് പറഞ്ഞാൽ ചാണകം എന്നർത്ഥം. കാളയുടെ മലം എന്ന് പറഞ്ഞാൽ ചാണകം. അപ്പൊ അതൊരു അബ്യൂസീവ് വേർഡാണ്. അതായത് നമ്മൾ വേറെ എന്തൊക്കെയോ അശ്ലീല പദങ്ങൾ ഉപയോഗിക്കാറുണ്ടല്ലോ, അതുപോലെ ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്നവരാണ് ഒന്നാണ് ഈ ഷിറ്റ് എന്നുള്ള വാക്ക്. ഇപ്പൊ ഇവിടെ ആ എന്നുള്ള അവ്യയം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, മറന്നുപോയ ഒരു കാര്യത്തെ ഓർമ്മിച്ചെടുക്കുമ്പോൾ നമ്മൾ ആ അങ്ങനെ വരട്ടെ, എങ്ങനെ വരട്ടെ എന്ന്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. അതുപോലെയാണ് സംസ്കൃതത്തിൽ ആ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ജ്ഞാതം, ജ്ഞാതം എന്ന് പറഞ്ഞാൽ ആ ഇപ്പൊ പിടികിട്ടി, ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു. തേഷാം ബാല്യമേവ തഥാസ്ഥാ ഹേതുരിതി സ്മൃതം ഇത്യർത്ഥ. മനുഷ്യ മനസ്സ് അല്ലെങ്കിൽ മനുഷ്യർ എന്തുകൊണ്ട് സംഘബദ്ധരായി തീരുന്നു എന്നുള്ള ചോദ്യം, അല്ലയോ ബാലന്മാരെ പോലെയുള്ള മനുഷ്യരെ നിങ്ങൾ എന്നോട് പറയൂ എന്ന് ചോദിച്ചതിന് ശേഷം ഉത്തരം നമ്മൾ പറയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആരെങ്കിലും ഉത്തരം പറയുന്നതിന് മുമ്പേ ഈ ചോദ്യത്തിന്റെ ഉത്തരം വസിഷ്ഠ മഹർഷിക്ക് ഓർമ്മ വന്നതുപോലെ അദ്ദേഹം പറയുന്നു, ആ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അവരുടെ ബാല്യം, അതായത് അവർ ബാലന്മാരാണ് എന്ന് പറഞ്ഞാൽ അവിവേകികളാണ്. ഈ ജീവന്മാരുടെ ഉള്ളിലുള്ള അജ്ഞാനമാണ് അവരിൽ അഹന്ത മമതകളെ ഉണ്ടാക്കി തീർക്കുന്നത്. ഈ കാര്യം എനിക്ക് ഇപ്പൊ ഓർമ്മ വന്നു. ഇങ്ങനെ ചോദ്യവും ചോദിച്ച് അതിൻ്റെ ഉത്തരവും സ്വയം കണ്ടെത്തി വസിഷ്ഠ മഹർഷി സംഘത്തിന് കാരണം അവിവേകമാണ്, അജ്ഞാനമാണ്, ആത്മാവിനെ അറിയാതിരിക്കുന്ന അവസ്ഥയാണ് എന്നുള്ള സത്യം പറഞ്ഞു തരുന്നു. നമുക്ക് ഇവിടെ നിർത്താം, ബാക്കിയുള്ളത് നാളെ വായിക്കാം. മതി.